ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അഭിഷേകത്തിനായി ദാഹിച്ച പട്ടാളക്കാരൻ എന്നതാണ്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഒരു പട്ടാള കമാൻഡർ അല്ലെങ്കിൽ 100 പട്ടാളക്കാരുടെ അധിപനായ കൊർണേലിയൂസ് എന്ന് പേരുള്ള ഒരു ശതാധിപൻ യേശുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറയപ്പെടുന്ന മനോഹരമായ രംഗം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. റോമൻ സാമ്രാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ നിന്നിരുന്ന ആ കാലഘട്ടത്ത്, ഇന്നത്തെ അമേരിക്ക പോലെ, ആ രാജ്യത്തിൻ്റെ ഒരു പട്ടാള തലവൻ എപ്രകാരമുള്ള വ്യക്തിയായിരിക്കുമെന്ന് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു വലിയ മദ്യപാനിയും ക്ലബ്ബുകളും മീറ്റിങ്ങുകളും ആഘോഷങ്ങളും അടിച്ചുപൊളിയുമായി ലോകത്തിൻ്റെ നിലയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അന്നത്തെ ശതാധിപൻ. മറ്റ് ശതാധിപന്മാരെല്ലാവരും ലോകത്തിൻ്റെ വഴിയെ പോയപ്പോഴും കൊർണേലിയൂസ് എന്ന് പേരുള്ള ഈ ഒരു ശതാധിപൻ, അദ്ദേഹം വ്യത്യസ്തനായി മാറുകയാണ്. യേശുവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞ് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൊർണേലിയൂസ് ഈ പ്രദേശത്ത് റോമൻ അധിപനായി ചാർജ് എടുക്കുന്നത്. ഇസ്രായേൽ ദേശത്തേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അവിടെ വന്നപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം യേശുവിൻ്റെ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും പറ്റി കേട്ടുകാണും. സഭയുടെ തുടക്കത്തിലുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിനാവുകൾ പോലെ കടന്നു വന്ന ദൈവാനുഭവത്തെപ്പറ്റി കേട്ടുകാണും. എങ്ങനെയാണെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം യേശുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ ഇടയുണ്ട്. ഒന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത്, അദ്ദേഹം വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിൽ 34-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ ഭക്തിയുള്ളവനായിരുന്നു, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു, അവൻ ദൈവത്തെ തേടുന്ന വ്യക്തിയായിരുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ദൈവം ആരാണെന്ന് വ്യക്തമായ ഒരു ബോധ്യം ഇല്ലാതിരുന്നിട്ട് കൂടി ദൈവത്തെ അന്വേഷിച്ച ഒരു വ്യക്തിയായിരുന്നു ശതാധിപൻ. ദൈവത്തെ അറിയണമെന്നുള്ള വലിയൊരു ദാഹം അവന് ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു ദൈവദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറയാണ്, നിന്റെ പ്രാർത്ഥനകളും നിന്റെ ദാനധർമ്മങ്ങളും ദൈവ തിരുമുമ്പിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒരു ക്രിസ്ത്യാനി അല്ലാതിരുന്നിട്ട് കൂടി ദൈവത്തിൻ്റെ ദൂതൻ്റെ ദർശനം കൊർണേലിയൂസിന് ഇവിടെ ഉണ്ടാവുകയാണ്. സ്വർഗത്തിൻ്റെ ഇടപെടൽ വിജാതീയനായ കൊർണേലിയൂസിന് അത്ഭുതകരമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. അവൻ്റെ ആന്തരിക കണ്ണുകൾ തുറക്കപ്പെടുന്നു, ദൈവദൂതനെ കാണാൻ സാധിക്കുന്നു, ആത്മീയ ലോകം അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ കാരണമെന്ന് ചിന്തിച്ചാൽ, അവൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇന്ന് നമ്മൾ ക്രിസ്തീയ ലോകത്തിലേക്ക്, സഭയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് സഭയിലെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും, അവർ ഇടവക പള്ളിയിലെ മാമോദിസ രജിസ്റ്ററിൽ പേരുണ്ടെങ്കിലും, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവാനുഭവം കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വിജാതീയൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചതിനാൽ അവൻ്റെ പ്രാർത്ഥനകളും അവൻ്റെ ദാനധർമ്മങ്ങളും അവനെ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ ഓർമ്മിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. മലയിലെ പ്രസംഗത്തിൽ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കതകുകളും ജനലുകളും ഒക്കെ അടച്ച് നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവിനോട് പ്രാർത്ഥിക്കുവിൻ. രഹസ്യങ്ങൾ അറിയുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരും. വീണ്ടും മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യേശു പഠിപ്പിച്ചു, നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. നമ്മൾ ഇന്നിവിടെ കണ്ടത് എന്താണ്? ദൈവദൂതൻ വന്നിട്ട് കൊർന്നേലിയൂസിനോട് പറയാണ്, നിന്റെ പ്രാർത്ഥനകളും നിന്റെ ദാനധർമ്മങ്ങളും ദൈവ തിരുമുമ്പിൽ
നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ല എന്നും തന്നെ അന്വേഷിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും ദൈവത്തിന് സ്വീകാര്യനാണെന്നും നമ്മൾ അറിയുന്നു. ഇവിടെ ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ പെട്ട വ്യക്തിയായാലും അവൻ നീതി പ്രവർത്തിക്കുകയും ദൈവത്തെ തേടുകയും ചെയ്താൽ അവന് ദൈവാനുഭവം ഉണ്ടാകുമെന്നും യേശുവിനെ അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്നും ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് ഇവിടെ പഠിപ്പിക്കുകയാണ്. ഈ അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വചനത്തെ പലരും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഏത് ജനതയിൽപ്പെട്ടവനായാലും നീതി പ്രവർത്തിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ദൈവത്തെ തേടുകയും ചെയ്താൽ ദൈവം അവനെ സ്വീകരിക്കും, അതിനാൽ അവനോട് യേശുവിനെ പറ്റി പറയേണ്ട കാര്യമില്ല, അവൻ സുവിശേഷം കേൾക്കേണ്ട കാര്യമില്ല എന്ന് ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നവരെ, സഭയിലുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് തെറ്റാണ്. അതിൻ്റെ കാരണം, ഇവിടെ കൊർന്നേലിയൂസ് വിജാതീയനായിരുന്നു, ദൈവത്തെ അന്വേഷിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. അവൻ നല്ലവനാണ്, ദാനധർമ്മം ചെയ്തിരുന്നു, അവൻ പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. എങ്കിലും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറയുന്നത് നീ സുവിശേഷം കേൾക്കണം എന്ന് തന്നെയാണ്. നീ പത്രോസിനെ വിളിക്കണം, പത്രോസിൻ്റെ അധരങ്ങളിലൂടെ നീ ദൈവത്തിൻ്റെ സുവിശേഷം കേൾക്കണം എന്ന് തന്നെയാണ് കർത്താവിൻ്റെ വചനം അവനോട് വ്യക്തമായിട്ട് പറയുന്നത്. അതായത് അന്നത്തെ കാലത്ത് യഹൂദരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായിരുന്നു: സ്വർഗം യഹൂദർക്ക് മാത്രമുള്ളതാണ്, രക്ഷ യഹൂദർക്ക് മാത്രമുള്ളതാണ്, ദൈവം യഹൂദർക്ക് മാത്രമുള്ളതാണ്, ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും യഹൂദർക്ക് മാത്രമുള്ളതാണ്, ബാക്കി ലോകത്തുള്ള സകല ജനങ്ങളും നരകത്തിലെ വിറകാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ഒരു തെറ്റായ ചിന്ത അന്ന് യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനെ മാറ്റിമറിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പഠിപ്പിക്കുന്നത്: സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ല എന്നും നീതി പ്രവർത്തിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും ദൈവത്തിന് സ്വീകാര്യനാണെന്നും നമ്മൾ അറിയുന്നുവല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തെ കാണണമെന്ന് ഒരു വ്യക്തി വാശി പിടിച്ചാൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ യേശു ക്രിസ്തുവിനെ കണ്ടെത്തും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്ത്യയിൽ നിങ്ങൾ പണ്ഡിറ്റ് രമാഭായിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയല്ല ആ സഹോദരി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തെ അറിയണമെന്ന് വാശി പിടിച്ച് പ്രാർത്ഥിച്ച് പെൺകുട്ടിയുടെ മുമ്പിൽ യേശു ക്രിസ്തു സ്വയം വെളിപ്പെടുത്തിയതിൻ്റെ ഫലമായി പണ്ഡിറ്റ് രമാഭായി എന്ന് പറയുന്ന ഈ ഇന്ത്യക്കാരി സഹോദരി യേശു ക്രിസ്തുവിൻ്റെ മകളായി തീരുകയും ആത്മാവിൻ്റെ അഭിഷേകം ഏറ്റുവാങ്ങുകയും ചെയ്തു. മുക്തി മിഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയ്ക്ക് ഈ സഹോദരി പിന്നീട് രൂപം കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ സാധു സുന്ദർ സിംഗ്, ഭക്ത സിംഗ് തുടങ്ങിയ അനേക ശക്തരായ ദൈവദാസന്മാരെ ഭാരതത്തിൽ നിന്ന് തന്നെ യേശു ക്രിസ്തുവിന് ലഭിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ദൈവത്തെ സത്യമായി അന്വേഷിച്ചതിൻ്റെ ഫലമായി ദൈവത്തെ കണ്ടെത്തിയവരാണ്. അടുത്തതായിട്ട്, അവൻ മാത്രമല്ല അവൻ്റെ കുടുംബവും ദൈവഭക്തിയും ദൈവഭയവും ഉള്ളവരായിരുന്നു എന്ന് വചനം പറയാം. ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതകരമായ ഒരു വചനമാണ്. ഇന്ന് അനേകർ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരുടെ കുടുംബത്തെ മുഴുവൻ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുവാൻ പലരെ കൊണ്ടും സാധിക്കുന്നില്ല. ധ്യാനങ്ങൾ കൂടി തിരിച്ചു വരുന്നവർക്ക് തൻ്റെ കുടുംബത്തിലുള്ളവരെ മുഴുവൻ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്ന് അനുഭവപ്പെടുന്നു. എന്നാൽ ഇവിടെ വചനം പറയാണ്, കൊർന്നേലിയൂസ് തൻ്റെ ദൈവഭക്തിയും ദൈവഭയവും തൻ്റെ ഭാര്യയിലേക്കും തൻ്റെ കുഞ്ഞുങ്ങളിലേക്കും അത്ഭുതകരമായിട്ട് പകർന്നു കൊടുത്ത വ്യക്തിയാണ്. 128-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ആ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തി ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ മാർഗങ്ങളിലൂടെ നടക്കുകയും ചെയ്താൽ, പാപത്തെ വിട്ടുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് നടന്നാൽ അവൻ ഭാഗ്യവാൻ. ഹിസ് എ ബ്ലെസ്ഡ് പേഴ്സൺ. അവൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് 128-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. 128-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവൻ്റെ ഭാര്യ അവൻ്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയും അവൻ്റെ മക്കൾ അവൻ്റെ മേശയ്ക്കു ചുറ്റും ഒലിവ് തൈകൾ പോലെയും ആയിരിക്കും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൊർന്നേലിയൂസ് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴികളിലൂടെ നടന്നപ്പോൾ അവൻ്റെ ഭാര്യയിലേക്കും ഈ ഭക്തി കടന്നു ചെല്ലുകയാണ്. ഈ തീയുടെ ഒരു പ്രത്യേകതയാണ് പടർന്നു പിടിക്കുമെന്നുള്ളത്.
തീയുടെ അടുത്ത് ആര് പോയിരുന്നാലും ചൂട് കിട്ടും എന്ന് പറയുന്ന പോലെയാണ്. ദൈവം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ കുറച്ച് നാൾ താമസിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ അഗ്നി നമ്മിലേക്ക് പകർന്നു വരും. ഇതുപോലെ ദൈവത്തെ സ്നേഹിച്ച കുടുംബനാഥനായ കൊർന്നേലിയൂസിൽ നിന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ എല്ലാ കൃപകളും ഈ ഭാര്യയിലേക്കും കുഞ്ഞുങ്ങളിലേക്കും കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം മുഴുവൻ അഭിഷേകത്തിലേക്ക് വരികയാണ്. അപ്പോസ്തല പ്രവർത്തനം 16:31 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. വീണ്ടും ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കളായ എലിസബത്തിനെ സക്രിയായും പറ്റി ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ നീതിനിഷ്ഠരും ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരും ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും അപ്പനും അമ്മയും ഒരുമിച്ച കുടുംബം മുഴുവൻ ദൈവഭക്തിയുള്ളവരായിരുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരുന്നു. വീണ്ടും ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുൻപിൽ തൻ്റെ വാർദ്ധക്യത്തോട് അടുത്ത് ജോഷുവ എന്ന് പറയുന്ന ദൈവദാസൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇത് വായിക്കുമ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഈ സമയത്ത് ജോഷുവയുടെ മൂത്ത മകൻ അവിടെ ഉണ്ടായിരുന്നു. ഈ മൂത്ത മകൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇപ്രകാരം പറയാമെന്ന് വിചാരിക്കുക, അപ്പച്ചൻ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? അപ്പച്ചൻ ഇത് ആരോട് ചോദിച്ചിട്ട് ഇത് പറയുന്നത്? ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കുമെന്ന്. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കർത്താവിനെ സേവിക്കാൻ. എനിക്ക് വേറെ ജോലിയുണ്ട്, എനിക്ക് കുറച്ച് കാശുണ്ടാക്കണം, എനിക്ക് അപ്പച്ചൻ പറയുന്ന വഴി കൂടെ പോകാൻ പറ്റത്തില്ല. അപ്പച്ചൻ ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കുമെന്ന് പറഞ്ഞത്? അപ്പച്ചന് വേണമെങ്കിൽ അപ്പച്ചൻ സേവിക്കുമെന്ന് പറഞ്ഞാൽ മതി, കുടുംബത്തിലുള്ള മറ്റുള്ളവരെ പിടിച്ച് ഈ ഒരു കെട്ടിൻ്റെ അകത്ത് ഇടാനായിട്ട് നോക്കണ്ട എന്ന് ജോഷുവയുടെ മൂത്ത മകൻ പറഞ്ഞിരുന്നെങ്കിൽ സകല ജനതകളുടെയും മുൻപിൽ വെച്ച് ജോഷുവയുടെ അഭിമാനം തകർന്നു പോകുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മക്കളാരും എതിർക്കുന്നില്ല, ഭാര്യ എതിർക്കുന്നില്ല, കുടുംബം മുഴുവൻ ജോഷുവയോട് കൂടെ നിൽക്കുക. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ജോഷുവ ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രാർത്ഥനകളിൽ അദ്ദേഹം കല്യാണം കഴിച്ച നാൾ മുതൽ അദ്ദേഹം ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കും. അദ്ദേഹത്തിന് ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തപ്പോൾ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. മക്കൾ വളർന്നു വന്നു. 6, 7, 8 വയസ്സായപ്പോൾ അദ്ദേഹം കുഞ്ഞുങ്ങളുടെ മുൻപിലിരുന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജോഷുവായ്ക്കും മക്കൾക്കും ഇതൊരു പുത്തരിയല്ല, ഇതൊരു പുതിയ അനുഭവമല്ല. അവർ എന്നും കുടുംബ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. മക്കൾ ഇത് കേട്ട് ഹല്ലേലൂയ പറഞ്ഞിരുന്നു, ഭാര്യ ഇത് കേട്ട് ദൈവത്തെ ആരാധിച്ചിരുന്നു. ആ കുടുംബം അതിനെ തയ്യാറെടുത്തിരുന്നൊരു കുടുംബമായിരുന്നതിനാൽ ആ കുടുംബം മുഴുവൻ ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മുൻപിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്, നമ്മുടെ കുടുംബത്തെ മുഴുവനും യേശുവിന് വേണ്ടി നേടാൻ സാധിക്കുമോ എന്നുള്ളത്. സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ കണ്ടെത്തിയതാണ്. നിങ്ങളാരും എന്നോട് വിയോജിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ, നമ്മുടെ ഡബിൾ ലൈഫാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റു പല കാരണങ്ങളുമുണ്ട്, എങ്കിലും നമ്മുടെ ഇരട്ട ജീവിതമാണ്. അതായത് ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയി ഒരുപാട് ശബ്ദത്തിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുകയും മറ്റുള്ളവരെ എല്ലാവരെയും ഉണർത്തുന്ന വണ്ണം ചാടി തുള്ളി മറിഞ്ഞ് സ്തുതിക്കുകയും ചെയ്യുന്ന വ്യക്തി വീട്ടിൽ വ്യക്തിപരമായ പ്രാർത്ഥന പോലും ഇല്ലാതെ പുതച്ചു മൂടിക്കിടന്നുറങ്ങിയിട്ട് രാവിലെ പല്ലും തേച്ച് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ, പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് കടന്നു വരുന്നത് കാണുമ്പോൾ ആ വീട്ടിലുള്ള സകലർക്കും ഈ മനുഷ്യൻ്റെ ഡബിൾ ലൈഫ്, ഇരട്ട ജീവിതം കാണുകയാണ്, അഭിനയിക്കുന്ന ജീവിതം കാണുകയാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ വെടിപൊട്ടിക്കുന്നു, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കരഞ്ഞു കാണിക്കുന്നു, വടക്കേ ഇന്ത്യക്ക് വേണ്ടി നിലവിളിക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു, മൂക്കിൽ നിന്ന് വെള്ളം വരുന്നു, ചെവിയിൽ നിന്ന് വെള്ളം വരുന്നു, ആകപ്പാട് ബഹളമാണ്. കാണുന്ന ഇടവകക്കാരും പ്രാർത്ഥനക്കാരും വിചാരിക്കുന്നു, ദൈവമേ ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനാണ്. എന്നാൽ വീട്ടിൽ വരുമ്പോൾ ഒരിക്കൽ പോലും ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കരയുന്നില്ല, ഇന്ത്യക്ക് വേണ്ടി നിലവിളിക്കുന്നില്ല. മിക്കവാറും വ്യക്തിപരമായ പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല. കൂട്ടായ്മയിൽ ചെല്ലുമ്പോൾ ഒരു ജീവിതം, കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു ജീവിതം. ഇത് കാണുന്ന ഈ വ്യക്തിയുടെ മക്കൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. അവരുടെ ഉള്ളിൽ ഒരു ബോധ്യം കിട്ടുകയാണ്, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും ഒരു അഭിനയം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, പുറത്തുള്ള മറ്റു വ്യക്തികളെ കാണുമ്പോൾ തലവേദന എങ്ങനെയുണ്ട്, നടുവേദന എങ്ങനെയുണ്ട്, കഴുത്തുവേദന എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തി ഭവനത്തിലുള്ളവർക്ക് രോഗം വരുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നില്ല, അല്പം കുഴമ്പെടുത്ത് കൊടുക്കുന്നില്ല, ഗുളിക മേടിക്കാൻ കൊണ്ടുപോകുന്നില്ല, ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നു, എക്സ്റേ എടുക്കണം, സ്കാൻ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പൈസ പോകുമല്ലോ എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ കാണിക്കുമ്പോൾ
വീണ്ടും ആ കുടുംബത്തിലുള്ളവർക്ക് യേശുവിലേക്ക് കടന്നു വരുവാൻ ബുദ്ധിമുട്ട് വരികയാണ്. എന്നാൽ ഞാൻ കൊർന്നേലിയൂസിനെ പറ്റി മനസ്സിലാക്കുന്നു, അദ്ദേഹം അഭിനയിക്കാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം ആരാധനാ ജീവിതം നയിച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിച്ചിരുന്നുവെന്ന് കുടുംബത്തിലുള്ളവർ മുഴുവൻ മനസ്സിലാക്കിയതിനാൽ ആ കുടുംബം മുഴുവൻ യേശു ക്രിസ്തുവിലേക്ക് വരുവാൻ മടി കാണിച്ചില്ല. ജോഷുവ ദൈവത്തെ സ്നേഹിച്ചത് യഥാർത്ഥത്തിലായതിനാൽ പ്രിയപ്പെട്ടവരെ ജോഷുവയുടെ കുടുംബം മുഴുവൻ വന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഒരുപാട് കുറവുള്ള വ്യക്തിയാണ് ഞാൻ ബ്രദറെ, എനിക്ക് ഒരുപാട് വീഴ്ച വരുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഭാര്യയോട് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ദേഷ്യം മാറിക്കഴിയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഭാര്യയോട് മാപ്പ് ചോദിക്കാൻ മടിക്കരുത്. അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയണം, ഞാൻ നിന്നോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, നിനക്ക് വേദനിച്ചു, എന്നോട് ക്ഷമിക്കണം. ആ ഭാര്യയ്ക്ക് മനസ്സിലാകും എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, കുറവുള്ള വ്യക്തിയാണ്, ബലഹീനതയുള്ള വ്യക്തിയാണ്, സത്യസന്ധനാണ്, എത്ര ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട വ്യക്തിയാണ്, അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട് ഈശോയെ സ്നേഹിക്കാൻ, അനുസരിക്കാൻ, പക്ഷെ വീണു പോകുന്ന ബലഹീനനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഭാര്യ മാർക്കിടും. എൻ്റെ ഭർത്താവ് കള്ളനല്ല, അഭിനയിക്കുന്നവനല്ല, വീണു പോയാലും പരാജയപ്പെട്ടാലും എൻ്റെ ഭർത്താവ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന കാപട്യമില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇതുപോലെ മക്കളോട് നമ്മൾ കാണിക്കണം. മക്കളുടെ മുമ്പിൽ പരാജയപ്പെട്ടാൽ അവരോട് പറയാൻ പഠിക്കണം, മക്കളെ, അപ്പച്ചൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും തോറ്റുപോയി കേട്ടോ, അപ്പച്ചൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, നിങ്ങളുടെ മുമ്പിൽ വെച്ച് കള്ളം പറയാൻ പാടില്ലായിരുന്നു, നിങ്ങളുടെ മുമ്പിൽ വെച്ച് വികാരിച്ചനെ കുറ്റം പറയാൻ പാടില്ലായിരുന്നു, ക്ഷമിക്കണം മക്കളെ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലെ മക്കളും മനസ്സിലാക്കുന്നു, എൻ്റെ അപ്പച്ചൻ കള്ളനല്ല, അഭിനയിക്കുന്നവനല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ പത്രോസിനെ പോലെ കുറവുകളും ബലഹീനതകളുമുള്ള വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുടുംബത്തെ കിട്ടും, ഉറപ്പാണ്. അഭിനയിക്കുന്ന കുടുംബത്തിലുള്ള മറ്റുള്ളവരെ നേടുവാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സ്നേഹിതരും ബന്ധുക്കളും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. കൊർന്നേലിയൂസ് പത്രോസ് വരുമെന്നറിഞ്ഞിട്ട് തൻ്റെ കുടുംബത്തിൽ വിളിച്ചുകൂട്ടിയ ചെറിയൊരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ, ഗ്രൂപ്പിൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണാം, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും ദൈവവചനം കേൾക്കാനായിട്ട് കടന്നു വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ഒരു പട്ടാള ക്യാപ്റ്റനാണ്, 100 പട്ടാളക്കാരുടെ തലവനാണ്. ഇവർ പറഞ്ഞ 100 പട്ടാളക്കാരും തലകുത്തി നിൽക്കും. അങ്ങനത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ തെരഞ്ഞെടുത്തപ്പോൾ മദ്യപിക്കുന്നവരെയും വെള്ളമടിക്കുന്നവരെയും വായി നോക്കി നടക്കുന്നവരെയും ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് നടക്കുന്നവരെയും തെരഞ്ഞെടുക്കാതെ, ക്ലബ്ബുകളിൽ പോകുന്നവരെ തിരഞ്ഞെടുക്കാതെ, അടിച്ചു പൊളിക്കുന്നവരെ തിരഞ്ഞെടുക്കാതെ, പ്രാർത്ഥിക്കുന്ന മക്കളെ തൻ്റെ കൂട്ടുകാരായി ഈ പട്ടാള ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുത്തു, തൻ്റെ സുഹൃത്ത് വലയത്തിൽ ചേർത്ത് നിർത്തി എന്നുള്ളതൊരു അത്ഭുതമാണ്. ഞാനിന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാ, ഇച്ചിരി നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന ഒരു നാണക്കേടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു പൊസിഷൻ കിട്ടിയ ഹല്ലേലൂയ പറയാൻ പറ്റുകയില്ല, ധ്യാനം എന്ന് പറയുന്നത് നാണക്കേടാണ്, എല്ലാം നാണക്കേടാണ്. ഞാൻ എൻ്റെ മനസ്സിലേക്ക്, നമുക്കെല്ലാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ബേബി ജോൺ കലയന്താനി പറഞ്ഞ ഒരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഈ ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുത് എന്നുള്ള ഗാനം അദ്ദേഹം എഴുതാൻ കാരണം എന്താണ് എന്നൊരിക്കൽ ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു പള്ളിമേടയിലിരിക്കുകയാണ്. അപ്പോൾ വികാരിച്ചൻ, ഒത്തിരി വിശുദ്ധനായ ഒരു വികാരിച്ചൻ, ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോളിൽ അപ്പുറത്തൊന്നും ഇങ്ങനെയാണ് വാർത്ത പറഞ്ഞത്, അച്ഛൻ്റെ കൂടെ ഇത്രയും ദിവസം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഇന്ന മകന്, പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയ്ക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ എൻട്രൻസിന് അഡ്മിഷൻ കിട്ടി, അവന് ഉയർന്ന റാങ്ക് കിട്ടിയിട്ടുണ്ട്, അവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പം അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു, മോനെ കൺഗ്രാജുലേഷൻ, നീ ഇത്രയും നാൾ പള്ളിയിൽ ശുശ്രൂഷത്തിന് ദൈവം തന്ന സമ്മാനം കേട്ടോ, അടുത്ത ഞായറാഴ്ച നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. കാര്യം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ഇവിടെ ശുശ്രൂഷയുടെ വേഷമൊക്കെ ഇട്ട് എൻ്റെ മകൻ വന്ന് കർത്താവിന് ശുശ്രൂഷിക്കുന്നത് അച്ഛനും ഇടവക്കാരും കാരണം. അപ്പം അപ്പുറത്തുനിന്നൊരു ശബ്ദം കേട്ടു, ഫോണിങ്ങോട്ട് തന്നടാ എന്ന് പറഞ്ഞിട്ട് ഈ യുവാവിൻ്റെ അമ്മച്ചി ഫോൺ വാങ്ങിച്ചിട്ട് അച്ഛനോട് പറയുകയാണ്, അച്ഛാ, അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ എൻ്റെ മകൻ ഇനി പള്ളിയിൽ ഒരു കുപ്പായമൊക്കെ ഇട്ട് നിന്ന് അങ്ങനെ വിലകളഞ്ഞ പരിപാടി ചെയ്യാൻ തയ്യാറല്ല, അവൻ വലിയ എഞ്ചിനീയർ ആകാൻ പോവാണ്, ഇനി അവൻ്റെ ജീവിതം പാടെ മാറുകയാണ്, അതുകൊണ്ട് പള്ളിയിൽ ഇങ്ങനത്തെ വില കുറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി എൻ്റെ മകനെ അച്ഛൻ വിളിച്ച് ശല്യം ചെയ്യരുത്, അവൻ കുർബാനയ്ക്ക് വരും, അത് കഴിഞ്ഞ് അവൻ വീട്ടിലോട്ട് വരും, അവനെ ഇനി ഒരിക്കലും ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കരുത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഫോണിൽ എന്താ സംസാരിക്കുന്നതെന്ന് ബേബി ജോൺ കലന്താനി കേൾക്കുന്നില്ല, പക്ഷെ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അച്ഛൻ ശരി സിസ്റ്ററെ എന്ന് പറഞ്ഞിട്ട്, സോറി എന്ന് പറഞ്ഞിട്ട്, എന്നോട് ക്ഷമിക്കണം, ഞാനിനി നിങ്ങളുടെ മകനെ വിളിക്കത്തില്ല,
എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേദനയോടെ ടെലിഫോൺ വയ്ക്കുക. അച്ഛൻ കരയുന്നത് എന്താണെന്ന് ബേബി ജോൺ കലന്താനി ബ്രദർ ചോദിക്കുമ്പോൾ അച്ഛൻ പറയാണ്, എഞ്ചിനീയറും ഡോക്ടറുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ദൈവവേല എന്ന് പറയുന്നത് നാണക്കേടാണത്രേ, കുറച്ചിലാണത്രേ. ഇത്രയും പറഞ്ഞിട്ട് അച്ഛൻ പതുക്കെ ഈ സംഭവം വിവരിക്കുകയാണ്. വേദനയോടെ ബ്രദർ ബേബി ജോൺ കലന്താനി ആ വൈദികന്റെ സാന്നിധ്യത്തിൽ നിന്നും തൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ വേദനിച്ച് നടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വരി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്: ലോകസുഖ മോഹമെല്ലാം കടന്നു പോകും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും, ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ രക്ഷ നേടിയിടും. പ്രിയപ്പെട്ടവരെ, ലോകസുഖ മോഹമെല്ലാം കടന്നു പോകും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും, ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ രക്ഷ നേടിയിടും, ദൈവത്തെ മറന്ന് കുഞ്ഞേ ജീവിക്കരുതേ. ഈ ഗാനം അദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ ഡയറി എടുത്ത് മറന്നു പോകാതെ കുറിച്ചു വയ്ക്കുകയാണ്. കേരളമെന്നല്ല, മലയാളികൾ എവിടെ എല്ലാം ഉണ്ടോ അവിടെ എല്ലാം അഭിഷേകത്തോടെ ഏറ്റുപാടി അനേകരുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ച് ബോധ്യം കൊടുത്ത ഈ ഗാനത്തിൻ്റെ എങ്ങനെയുണ്ടായി എന്നുള്ള അനുഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. പ്രിയപ്പെട്ടവരെ, ഓർക്കണമേ, എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഉടനെ ദൈവവും ദൈവവേലയും കുറച്ചിലായി മാറുന്ന ഈ സമൂഹത്തിൽ ഒരു വലിയ പട്ടാള ഓഫീസർ തൻ്റെ കൂട്ടുകാരെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നവരെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ തിരഞ്ഞെടുത്തപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ബന്ധുക്കളെ തൻ്റെ കൂടെ ചേർത്ത് നിർത്തി. തൻ്റെ ബന്ധുക്കളിലേക്കും തൻ്റെ അങ്കിളുമാരിലേക്കും തൻ്റെ ആൻറ്റിമാരിലേക്കും തൻ്റെ കസിൻസിലേക്കും തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും അദ്ദേഹം ഇത് പകർന്നു കൊടുക്കാൻ തയ്യാറായി. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം തൻ്റെ ഭവനത്തിന് പുറത്തേക്ക് സമൂഹത്തിലേക്കും കൂടെ വ്യാപിച്ചു. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം പറയാണ്: നീതിമാനും ദൈവഭയമുള്ളവനും യഹൂദ ജനതയ്ക്ക് മുഴുവനും പ്രിയങ്കരനുമായ കൊർന്നേലിയൂസ് എന്ന ശതാധിപൻ. ഇത് വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം, അതായത് യഹൂദ ജനത, അന്ന് റോമാക്കാരുടെ അടിമകളാണ്. യഹൂദർക്ക് റോമാക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, കിട്ടിയാൽ കൊന്ന് തിന്നുകളയും, അത്രയ്ക്ക് ദേഷ്യമാണ്. ഇങ്ങനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത വെറുപ്പിലും വൈരാഗ്യത്തിലും റോമാക്കാർ തങ്ങളെ അടിമകളാക്കി ഭരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് റോമാദേശത്തു നിന്ന് വന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ ഈ യഹൂദ ജനം ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായിരിക്കും കാരണം? ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രിട്ടീഷുകാരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇവന്മാർ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു, ഞങ്ങളുടെ ദേശം കൊള്ളയടിക്കുന്നു, ഞങ്ങളെ ദ്രോഹിക്കുന്നു, നമുക്കിഷ്ടമില്ല, നമ്മൾ സമരം ചെയ്തു. പക്ഷേ ഈ സമരത്തിൻ്റെ ഇടയിലും നമ്മൾ സ്നേഹിച്ച രണ്ടുപേരുണ്ട് ഇന്ത്യക്കാർ. മൗണ്ട് ബാറ്റൺ പ്രഭുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ പൊന്നുപോലെ സ്നേഹിച്ചു. അതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാരായിരുന്ന ഈ വലിയ മനുഷ്യർ മൗണ്ട് ബാറ്റൺ പ്രഭുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇന്ത്യക്കാരെ സ്നേഹിച്ചു, ഇന്ത്യയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ഇന്ത്യക്കാരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. വളരെ എളിമയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ അവർ ഇന്ത്യക്കാരോട് പെരുമാറിയതിനാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയുടെ മധ്യത്തിലും വലിയ ബഹളങ്ങളുടെ ഇടയ്ക്കും നമ്മൾ ബ്രിട്ടീഷുകാരെ വെറുക്കുന്നതിൻ്റെ ഇടയ്ക്കും ഈ രണ്ടുപേരെ നമ്മൾ തോളിലേറ്റി, നമ്മൾ ഹൃദയത്തിലേറ്റി. ഇതുപോലെ സകല റോമാക്കാരെയും യഹൂദജനം വെറുക്കുന്നതിനിടയ്ക്കും കൊർന്നേലിയൂസ് എന്ന് പറയുന്ന റോമൻ പട്ടാളക്കാരനെ ഈ യഹൂദജനം സ്വീകരിക്കാൻ കാരണമെന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അതിൻ്റെ കാരണം. സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: യേശുവിൻ്റെ സുവിശേഷവുമായി ആയിരക്കണക്കിന് സുവിശേഷ പ്രഘോഷകർ ഭാരതത്തിലേക്ക് വരട്ടെ, എന്നാൽ ഒരു കാര്യം അവർ ശ്രദ്ധിക്കണം, യേശുവിൻ്റെ സ്വഭാവം കൂടി അവർ കൊണ്ടുവരട്ടെ. ബൈബിൾ മാത്രം കൊണ്ടുവന്നാൽ പോരാ, പ്രസംഗം മാത്രം കൊണ്ടുവന്നാൽ പോരാ, യേശുവിൻ്റെ സ്നേഹം അവർ കൊണ്ടുവരട്ടെ, യേശുവിൻ്റെ പരിശുദ്ധി അവർ കൊണ്ടുവരട്ടെ, യേശുവിൻ്റെ ഭാവം കൂടി അവർ കൊണ്ടുവരട്ടെ. ആയിരക്കണക്കിന് സുവിശേഷ പ്രഘോഷകർ ഇന്ത്യയിലേക്ക് വരട്ടെ, അവർ യേശുവിൻ്റെ സ്വഭാവം കൂടി കൊണ്ടുവരട്ടെ. ഞങ്ങൾ ഭാരതത്തിലെ ജനത അങ്ങനെയുള്ള പ്രഘോഷകരെ സ്വീകരിക്കാൻ ഹൃദയം തുറന്ന് കൈകൾ വിരിച്ചു പിടിച്ച് തയ്യാറായിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനേക വർഷങ്ങൾക്ക് മുമ്പാണ് സ്വാമി വിവേകാനന്ദൻ ഇത് പറഞ്ഞതെങ്കിലും എൻ്റെയും നിങ്ങളുടെയും മുഖത്ത് നോക്കിയുള്ള ഭാരതത്തിൻ്റെ സ്നേഹത്തോടെയുള്ള ഒരു വെല്ലുവിളിയാണിത്. യേശുവിനെ പറ്റി പറയുമ്പോൾ നമ്മിൽ നിന്നും ദൈവസ്നേഹവും അഭിഷേകവും ദൈവിക സ്വഭാവവും പുറത്തേക്കൊഴുകി ഈ സമൂഹത്തെ സ്പർശിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതാ കൊർന്നേലിയൂസിന് അവൻ്റെ ദൈവാനുഷ്ഠത്തിന് ഫലം കിട്ടുകയാണ്. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ അവിടെ അഭിഷേകമുണ്ടാകുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അദ്ദേഹം പത്രോസിൻ്റെ കാലുകളിലേക്ക് വീണു.
ഒരു മീൻപിടുത്തക്കാരനായി ജീവിച്ച പത്രോസിന്റെ കാലുകളിലേക്ക് 100 പട്ടാളക്കാരുടെ ഉദ്യോഗസ്ഥൻ ഇതാ വീണ് ബഹുമാനിക്കുക. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. യേശു പറഞ്ഞു, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. കാണുക, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ സ്വർഗത്തിലെ പിതാവിനെ സ്വീകരിക്കുന്നു. അന്ന് പത്രോസിന്റെ കാലുകളിൽ വീണ് കൊർന്നേലിയൂസ് ബഹുമാനത്തോടെ സ്വീകരിച്ചപ്പോൾ ആരെയാണ് കൊർന്നേലിയൂസ് സ്വീകരിച്ചത്? സ്വർഗത്തിലെ പിതാവിനെ തന്നെയാണ്, പുത്രനെ തന്നെയാണ്, പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 2 പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവിടെ കൂടിയിരുന്ന സകലരെയും അഭിഷേകം ചെയ്യാണ്. അവരെല്ലാവരും ഭാഷാവരത്തിൽ സ്തുതിക്കുന്നു, പ്രവചിക്കുന്നു, ദർശനങ്ങൾ കാണുന്നു. പിതാവേ, കൊർന്നേലിയൂസിനെ പോലെ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ തേടുവാൻ, അതിന് വില കൊടുക്കുവാൻ, കുടുംബത്തെയും സമൂഹത്തെയും ഞങ്ങളുടെ ജീവിതം കൊണ്ടും അഭിഷേകം കൊണ്ടും സ്വാധീനിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ആത്മീയ ജീവിതത്തെ ഗൗരവത്തോടെ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.